നമ്മൾ ഫേസ്ബുക്കിൽ ലീഡ് ജനറേഷൻ ആഡ് കൊടുത്തു. ഈ ലീഡ് വരുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്? CRM കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ലീഡ് CRMലേക്ക് വരികയും അവിടെ നമുക്ക് ലീഡ് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഡയറക്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ ലീഡ് എടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ADS മാനേജറിൽ എത്തിയിട്ട് നമ്മൾ ക്യാമ്പയിൻ സെലക്ട് ചെയ്ത് നമ്മൾ കണ്ടു. ക്യാമ്പയിൻ, ആഡ് സെറ്റ്സ്, ആഡ്സ്, ഈ 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആദ്യം ക്യാമ്പയിൻ ഉണ്ട്, 2 ആഡ് സെറ്റ് ഉണ്ട്. ആഡ് സെറ്റിലാണ് നമ്മൾ ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ആഡ്സ് ഉണ്ട്. ആഡ്സിലാണ് നമ്മുടെ ക്രിയേറ്റീവ് പാർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ആഡ്സ് സെലക്ട് ചെയ്യുന്നു. ആഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടിന്റെ താഴെ ഓൺ ഫേസ്ബുക്ക് ലീഡ്സ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിന്റെ ഡേറ്റ് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഡിസംബർ 1 തൊട്ട് 28 വരെ, അല്ലെങ്കിൽ ഡിസംബർ 1 തൊട്ട് 15 വരെ. നമുക്ക് ഏതാണ് ലീഡ് വേണ്ടിയെന്നുള്ളത് നമ്മൾ ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു. ഇവിടെ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആ ലീഡ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയി. അതിനുശേഷം നമുക്ക് ആ ലീഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഫേസ്ബുക്കിലൂടെ ലീഡ് ഡൗൺലോഡ് ചെയ്യുന്നത്. വേറെ രീതിയിൽ നമുക്ക് ലീഡ് എടുക്കാൻ പറ്റും. ഞാനിവിടെ ബിസ്കോം ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്കിവിടെ മെസ്സഞ്ചറിന്റെ ഒരു സിമ്പൽ കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലേക്ക് മൂവ് ചെയ്യും. ഇവിടെ നമ്മൾക്ക് ഓൾ ടൂൾസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ഓൾ ടൂൾസ് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഇൻസ്റ്റന്റ് ഫോം ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റന്റ് ഫോം കാണാം. ഇൻസ്റ്റന്റ് ഫോം ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ലീഡ് ഇവിടെ കാണാൻ പറ്റും. ABC എത്ര ലീഡ് ഉണ്ട്? വെബിനാർ 548 ലീഡ് ഉണ്ട്. ഇവിടെ നമുക്ക് ഡൗൺലോഡ് ബട്ടൺ കൊടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ ലീഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്.